പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് വിലക്കേർപ്പെടുത്തിയെന്ന വാർത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PK ശ്രീമതിയും നിഷേധിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വിലക്കുണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടി ജനറൽ സെക്രട്ടറി ആണ്, അല്ലാതെ മുഖ്യമന്ത്രി അല്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമെന്നായിരുന്നു ശ്രീമതിയുടെ പ്രതികരണം. തനിക്കെതിരെ വിരോധമുള്ളവരാണ് ഇതിനു പിന്നിലെന്ന് PK ശ്രീമതി പറഞ്ഞു. തനിക്കോ മുഖ്യമന്ത്രിക്കോ അവമതിപ്പുണ്ടാക്കുക എന്നതാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം. കൂടാതെ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്നും ശ്രീമതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി എന്തിനാ ഇത് പറയുന്നത്? പാർട്ടി സെക്രട്ടറി അല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വമല്ലേ പറയേണ്ടത്? ശ്രീമതി പങ്കെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്താ പ്രശ്നം? ഗോവിന്ദൻ പറഞ്ഞു. ഇത്തരത്തിലൊരു വാർത്ത മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടിൽ പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതിക്ക് ഇനി പങ്കെടുക്കാൻ കഴിയില്ല എന്ന തരത്തിലായിരുന്നു. 2 ആഴ്ച മുൻപ് CPM സെക്രട്ടേറിയറ്റിൽ ശ്രീമതി പങ്കെടുത്തു. എന്നാൽ ഇന്നലെ പങ്കെടുത്തില്ല. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിലക്കിയെന്ന തരത്തിലുള്ള വാർത്ത മാതൃഭൂമി നൽകുന്നത്. ഇത് നിഷേധിക്കുന്ന CPM സെക്രട്ടറി MV ഗോവിന്ദനും സ്ഥിരീകരിക്കുന്നത് കേരളത്തിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതിക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ്. അതായത് പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ശ്രീമതി ഇനി സെക്രട്ടേറിയറ്റിന് എത്തില്ല. ശ്രീമതി കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലുള്ളപ്പോൾ ഇവിടത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർക്ക് പങ്കെടുക്കാം. വെറുതെ വാർത്ത സൃഷ്ടിക്കുകയാണ് പലരും. കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. മറ്റൊരു കാര്യം, PK ശ്രീമതി കേരളത്തിലെ കേഡർ അല്ലെന്നുള്ളതാണ്. കേരളത്തിലെ കേഡർ ആയല്ല ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ വന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയതാണ്. 75 വയസ്സ് കഴിഞ്ഞ് പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ഒഴിവായതാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ സേവനം അവിടെ വേണമെന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തത്. അവർ ഫോക്കസ് ചെയ്യുന്നത് കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എല്ലാ പ്രാവശ്യവും അതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ആളില്ലാതെയാവില്ലേ? വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് പലരും. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കുന്നതിൽ ശ്രീമതിക്ക് എന്താണ് കുഴപ്പം? കേഡർമാരുടെ പ്രവർത്തനങ്ങൾ പാർട്ടി വിഭജിച്ചു നൽകിയിട്ടുണ്ട്. മറ്റുള്ളവയെല്ലാം ശുദ്ധ അസംബന്ധമാണ്. MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇതിൽ നിന്ന് തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ശ്രീമതി ഇനി പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പൊതു നിലപാട് എന്ന കാര്യം വ്യക്തമാവുകയാണ്. പിണറായി വിലക്കി എന്നതിനെയാണ് ഗോവിന്ദൻ തള്ളുന്നു എന്നതാണ് സംസാരം. അതായത് സംസ്ഥാന നേതൃത്വം കൂട്ടായി ശ്രീമതിയെ കേരള കേഡറിൽ നിന്നും ഒഴിവാക്കി എന്നത് വേണം വിലയിരുത്താൻ. ശ്രീമതി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ഇങ്ങനെയായിരുന്നു: എന്നെക്കുറിച്ച് ഇന്ന് വന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. മാതൃഭൂമി വാർത്ത പിൻവലിക്കണമെന്നാണ് പറഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രി വിലക്കിയെന്നത് ശ്രീമതിയും നിഷേധിക്കുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് ഈ സാഹചര്യം CPMൽ ഉണ്ടാക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള മുഹമ്മദ് റിയാസിന്റെ കയറ്റം ശ്രീമതി ഇല്ലാതാക്കിയെന്നതാണ് ചില കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. പ്രായപരിധി കർശനമാക്കിയതിനാൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ PK ശ്രീമതി, AK ബാലൻ, അനാവൂർ നാഗപ്പൻ എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പക്ഷേ പാർട്ടി കോൺഗ്രസ് PK ശ്രീമതിക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നിവർക്കും പാർട്ടി കോൺഗ്രസ് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു. പിണറായിക്ക് കേരളത്തിലും കിട്ടി ഇളവ്. പിണറായിക്ക് മാത്രം ഇളവ് മതിയെന്നതായിരുന്നു ദേശീയ തലത്തിൽ കേരള ഘടകം എടുത്ത നിലപാട്. ഇതിന് വിരുദ്ധമായാണ് ഏവരെയും ഞെട്ടിച്ച് ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി ഉറപ്പിച്ചത്. ഇത് പിണറായിയുടെ ആഗ്രഹത്തോടെ അല്ലായിരുന്നു എന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്.